ഗ്രൗണ്ടിലേക്ക് വരുന്നു. ഈ സ്ട്രെസ് ആകെ കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിൻ്റെ ജിംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷേ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനും വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധിക്കുക. അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്, ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും. അധ്യാപകൻ അദ്ദേഹം ഞാനിതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിന്ന് തുള്ളുന്ന രീതിയിലേക്കുള്ള ഒരു സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുചെന്നു. കാരണം സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റുകളാണ്. ഇന്ന് നമ്മൾ ഈ തുള്ളുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ലെജിറ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക പിന്നീട് അതൊരു DJ പാർട്ടികളിലേക്ക് ആ രീതിയിലേക്ക് പോകും. എൻ്റെ പേര് അനിത. ഞാനൊരു ഇൻ്റർനാഷണൽ ലൈസൻസ്ഡ് സുംബ ഇൻസ്ട്രക്ടറാണ്. ഞാനിവിടെ കൊച്ചിയിലെ ഗ്ലാഡിയേറ്റർ ഫിറ്റ്നസ് സ്റ്റുഡിയോയിലെ സുംബ ഇൻസ്ട്രക്ടറാണ്. 9 വർഷമായി ഞാൻ സുംബ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് സുംബ എന്നാൽ ഒരു പക്ക ഫിറ്റ്നസ് ഫോമാണ്. ഇത് ഒത്തിരി ബേസിക് റിതം വെച്ച് കൊറിയോഗ്രാഫി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ബേസിക് റിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൽസ, മെരുങ്കി, കുംബിയ, റഗത്തോൺ, അങ്ങനെ ഒത്തിരി ബേസിക് റിതം വെച്ചിട്ട് കൊറിയോഗ്രാഫി ചെയ്തത്. അതായത് സുംബയുടെ ക്രിയേറ്ററായ ആൽബർട്ടോ ബെറ്റോ പെറോസ് 1990s സുംബ എന്നൊരു ഫിറ്റ്നസ് ഫോം നമ്മുടെ വേൾഡിന് വേണ്ടിയിട്ട് നമുക്ക് തന്നൊരു പുതിയൊരു ഫിറ്റ്നസ് മുറയാണ്. അപ്പോൾ അത് ചെയ്യിപ്പിക്കുന്നതിലും ആസ് എ സുംബ ഇൻസ്ട്രക്ടർ അത് ചെയ്യിപ്പിക്കുന്നതിലും ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. എല്ലാവരും സുംബ ചെയ്യുക. സുംബയ്ക്ക് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് സുംബ ചെയ്യാം. യാതൊരു ഏജ് റെസ്ട്രിക്ഷൻസും ഇല്ല. സുംബയ്ക്ക് എല്ലാം കൊണ്ടും നല്ല ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ടീച്ചർ എന്ന നിലയിൽ മാം ഇങ്ങനെ സുംബ ക്ലാസ്സുകൾ സ്കൂളിലേക്ക് എന്നുള്ളൊരു ഡിസിഷൻ മാം എങ്ങനെ നോക്കിക്കാണുന്നു? എൻ്റെ പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ സുംബ ക്ലാസ്സിനെ നന്നായി റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം 7-8 പീരിയഡ്സ് ഉണ്ടാവും ഒരു ദിവസം. അപ്പോൾ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു സുംബ സെഷൻ കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു മേ ബി ഒരു 3 or 4 പീരിയഡ്സ് കഴിയുമ്പോൾ ഒരു സുംബ സെഷൻ കിട്ടുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ എനർജി ലെവൽ കൂടുവാനും അടുത്ത ക്ലാസ്സുകൾ കൂടുതൽ ശ്രദ്ധിക്കുവാനും അവർക്ക് പറ്റും. ജസ്റ്റ് ഒരു ബ്രേക്കാണ്, അവർക്കൊരു എൻജോയ്മെൻറ്റോട് കൂടിയുള്ള ഒരു ഫിറ്റ്നസ് ഫോമാണ് അവരവിടെ ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് അവരുടെ നെക്സ്റ്റ് ക്ലാസ്സുകളിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ കുറച്ചും കൂടി എനർജി ലെവൽ കൂട്ടുന്നതിന് സഹായിക്കും. അത് അവരുടെ പഠിത്തത്തെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സൂംബ ട്രെയിനിങ്ങിന് കയറിയതിനു ശേഷം മെന്റലി ആൻഡ് ഫിസിക്കലി ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സുംബ ഇപ്പം ഞാനിവിടെ 1 year ആയി വന്നു തുടങ്ങിയിട്ട്. ഫിസിക്കലി ആണെങ്കിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു 7-8 kgs കുറഞ്ഞിട്ടുണ്ട്, റെഡ്യൂസ് ആയിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, അത് ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് റെഡ്യൂസ് ആയത് തന്നെ. പിന്നെ മെൻ്റലി ആണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളുടെ സ്ട്രെസ് റിലീഫിങ് എന്ന് വേണം പറയാം. നമ്മൾ വർക്കൊക്കെ ചെയ്ത് സ്ട്രെസ്സിൽ വരുമ്പോൾ സുംബ വളരെ ഹെൽപ്ഫുള്ളാണ്, നമ്മളുടെ സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഒരു പേരന്റ് എന്ന നിലയിൽ സുംബ സ്കൂളുകളിലേക്ക് വരുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? മുതിർന്ന ആൾക്കാരെ പോലെ തന്നെ കുട്ടികൾക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത്. വീക്കിൽ ഒരു 2 days അല്ലെങ്കിൽ 3 days സുംബ നമ്മളുടെ സ്കൂളുകളിലൊക്കെ ഒരു 50 to 30 minutes ഒക്കെ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അവരുടെ പഠിത്തത്തിനൊപ്പം ഒരു എൻജോയ്മെൻറ്റും കൂടി ആവും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഹൈ വോളിയത്തിൽ പാട്ട് വെച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നു. അത് കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, വലിയ ആൾക്കാരുടെ പോലെ. അതിൽ ഡ്രസ്സിങ് എന്ത് ഡ്രസ്സ് ഇട്ട് വേണമെങ്കിലും നമുക്ക് സുംബ കളിക്കാം, ഇന്ന ഡ്രസ്സൊന്നും ഇല്ല. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സ്റ്റുഡൻസിന് മാത്രമല്ല നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിനും സുംബ ചെയ്യാം. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുവാണ്. ഗൈസ് റെഡി?